അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി. പ്രിയപ്പെട്ട ഖദർ സാഹിബ്, പ്രൊഫസർ വിൻസെൻ്റ് സർ, അഡ്വക്കേറ്റ് തൊഹാനി, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, പലസ്തീൻ വിഷയവും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അനുഭവിക്കുന്ന ഒരുപാട് ക്രൈസിസുകളുണ്ട്. അത്രമേൽ അപകടപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മളെന്തെങ്കിലും ഒരു തീസിസ് അവതരിപ്പിക്കുക എന്നത് തന്നെ ഒരു ക്രൂരമായ ഒരു പരിപാടിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഗസയിലൊരു പള്ളിയിൽ നടന്ന ഒരു ജുമുഅ നമ്മളുടെയൊക്കെ വീഡിയോ മൊബൈൽ ഫോണിൽ വന്നതാണ്. മിമ്പറിൽ നിന്ന് ഖത്തീബ് പ്രഭാഷണത്തിന് ഖുതുബ നിർവഹിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വിശന്നിട്ട് വയ്യ, സംസാരിക്കാനാവുന്നില്ല, നമുക്ക് നിസ്കരിക്കാം എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് മിഹ്റാബിലേക്ക് പോയ ഇമാം, പിന്നാലെ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. ബാങ്ക് മുഴുമിപ്പിക്കാനാവാതെ കരഞ്ഞ് വിളറിയ ശബ്ദത്തിൽ ബാങ്ക് മുഴുമിപ്പിക്കുന്ന മുഅദ്ദിൻ. ഈ ജനതയെക്കുറിച്ച് ഏത് തരത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്? എങ്ങനെയാണ് അവരോട് ഐക്യപ്പെടേണ്ടത്? ആത്മനിന്ദയോടുകൂടെ അല്ലാതെ. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഷെയർഡ് ഹ്യൂമാനിറ്റിയാണ്. നേരത്തെ ഗോപാൽ ഗുരു സാർ പറഞ്ഞതുപോലെ അപരൻ്റെ വേദനയിൽ വേദന അനുഭവിക്കാത്ത ആളുകൾ എന്നുള്ള വിശേഷണം ചേരുന്ന ആളുകളാണ് നമ്മളെന്ന് തോന്നുന്ന തരത്തിൽ വേദനയോടുകൂടിയും ആത്മനിന്ദയോടുകൂടിയും അല്ലാതെ ഈ വിഷയത്തെ സമീപിക്കാനാവില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. UN ജനറൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ തിയേറ്ററിക്സ് അരങ്ങേറുന്ന സ്ഥലമാണ് ജനറൽ അസംബ്ലി. ചരിത്രത്തിൽ അങ്ങനെയാണ്. ജനറൽ അസംബ്ലിയിൽ നടന്ന തിയേറ്ററിക്സിൻ്റെ ഗൗരവം ഒരുപക്ഷെ നമ്മളൊക്കെ ജിയോ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. കേണൽ മുഹമ്മദ് ഖദ്ദാഫിയൊക്കെ കാണിച്ച പരാക്രമം, ജനറൽ അസംബ്ലിയിൽ കാണിച്ച പ്രതികരണങ്ങളൊക്കെ ചരിത്രവും ലോകവും സാക്ഷിയായ കാര്യങ്ങളാണ്. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഒന്നൊന്നായിട്ട് പലസ്തീൻ അംഗീകരിക്കുന്നു. ഇന്ത്യ 1988 നവംബറിൽ ദ്വിരാഷ്ട്ര ഫോർമുലയിലൂടെ പലസ്തീൻ അംഗീകരിക്കുന്നു. എന്താണ് കാര്യം? ഇങ്ങനെ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചത് കൊണ്ട് നേരത്തെ വിൻസെൻ്റ് സാർ പറഞ്ഞതുപോലെ പ്രായോഗികമായിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്? ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, തിയേറ്ററിക്സിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, വെസ്റ്റിൽ 2 തരത്തിലാണ് ഇസ്രായേൽ അവരുടെ അജണ്ടകളെ മാനേജ് ചെയ്തിരുന്നത്. ഒന്ന് പബ്ലിക് ഡിസ്കോഴ്സ് മാനേജ് ചെയ്യുക എന്നുള്ളൊരു ശൈലി, 2 പവർ സി ക്ലാസിനെ മാനേജ് ചെയ്യുക എന്നുള്ള രീതി. ഈ 2 രീതിയിലാണ് ഇസ്രായേൽ വെസ്റ്റിൽ ഈ കാര്യങ്ങൾ അവരുടെ അജണ്ടകളെ മാനേജ് ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പബ്ലിക് ഡിസ്കോഴ്സ് മാനേജ് ചെയ്യുക എന്നുള്ള ഒരു അജണ്ടയിൽ നിന്ന് അവർക്ക് ചില പതർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, റഷ്യ ഉക്രൈൻ ആക്രമിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, DW ന്യൂസിൽ നടന്നൊരു ചർച്ച, നമ്മുടെ ഇവിടെയൊക്കെ വന്നൊരു സാധനമാണ്. നിങ്ങൾ കാണുന്നില്ലേ, നമ്മളെപ്പോലെ എന്താ പറയുക, ഗോൾഡൻ ഹെയറും ബ്ലോണ്ട് ഹെയറും ബ്ലൂ ഐസും ഉള്ള ആളുകളാണ് മരിച്ചു വീഴുന്നത്, മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളല്ല മരിച്ചു വീഴുന്നത് എന്ന പരാമർശം നമ്മൾ ശ്രദ്ധിച്ചതാണ്. വി ആർ ലെസ് ഹ്യൂമൻ എന്നുള്ള ഒരു പെർസെപ്ഷനിലാണ് അവർ നമ്മളെ കാണുന്നത് തന്നെ. അത് മാത്രമല്ല, ഇസ്രായേൽ ഉണ്ടാക്കി വെച്ചൊരു പെർസെപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച്, ബെഞ്ചമിൻ നെതന്യാഹു എല്ലാ അഡ്രസ്സും 2 ലാംഗ്വേജിൽ ചെയ്യും. ഒന്ന് ഹീബ്രുവിലും ചെയ്യും, ഒന്ന് ഇംഗ്ലീഷിലും ചെയ്യും. ഹീബ്രുവിൽ ചെയ്യുന്നത് ലോക്കൽ ഓഡിയൻസിനെ കാറ്റർ ചെയ്യാനാണ്. ഇംഗ്ലീഷിൽ ചെയ്യുന്നത് വെസ്റ്റേൺ ഓഡിയൻസിനെ കാറ്റർ ചെയ്യാനാണ്. വെസ്റ്റേൺ ഓഡിയൻസിന് കാറ്റർ ചെയ്യുന്ന സാധനങ്ങൾ സോഫ്റ്റാണ്, ജെൻറ്റിലാണ്, അവരുടെ ലെജിറ്റായിട്ടുള്ള റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത് എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം ചെയ്യുന്നത്. ഹീബ്രു ഭാഷയിൽ ചെയ്യുന്ന സാധനങ്ങൾ പരിഭാഷപ്പെടുത്തി വരുന്നത് കാണുമ്പോൾ പേടി തോന്നുന്ന തരത്തിൽ വളരെ ഇൻസൈറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണിത് സാധ്യമാകുന്നത്? എന്തിനാണിത്? ഇതിൽ ഒരുപാട് തമാശകൾ നമ്മൾക്ക് തോന്നും.
ഇപ്പം നമ്മൾ ഇതൊരു മുസ്ലിം വിഷയമായിട്ട് ലോക തലത്തിൽ കാണുന്ന ആളുകളുണ്ട്. എന്നാൽ മുസ്ലിം രാജ്യങ്ങൾ പ്രധാനമായിട്ട് ഇതൊരു മുസ്ലിം വിഷയമായി കാണുന്നില്ല. ഇപ്പം എബ്രഹാം അക്കോർഡ് സെക്കൻഡ്, അവിടുന്നാണ് ഈ പ്രശ്നം. നേരത്തെ വിൻസെൻ്റ് സർ പറഞ്ഞ October 7, 2023 എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു സംഭവമല്ല. അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് പഠിക്കേണ്ട ഒരു സാധനമാണ്. October 7 സംഭവിക്കുന്നത് എബ്രഹാം അക്കോർഡ് ഫൈനലായ ഘട്ടത്തിലാണ്. എബ്രഹാം അക്കോർഡ് സെക്കൻഡ്, ഫസ്റ്റിൽ പിന്നെ 4 രാഷ്ട്രങ്ങൾ UAE-യും ബഹ്റൈനും GCC രാജ്യങ്ങളിൽ നിന്ന് ഒപ്പുവെക്കുന്നു. തത്ബീഉൽ അലാഖാത്ത് എന്നാണ് പിന്നെ പറഞ്ഞിരുന്നത് അറബിയിൽ, അതായത് നാച്ചുറലൈസേഷൻ ഓഫ് റിലേഷൻ, ഇസ്രായേലുമായിട്ട് നാച്ചുറലൈസ് ചെയ്യുക എന്നുള്ളത്. ആ സമയത്ത് തന്നെ അറേബ്യൻ രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് GCC-യിലൊക്കെ അത്തത്ബിയോ ഖിയാന എന്നുള്ള പേരിൽ വലിയ ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ നടന്നിരുന്നു. അത്തത്ബിയോ ഖിയാന, നാച്ചുറലൈസേഷൻ ഈസ് എ ഡിസെപ്ഷൻ എന്ന് പറഞ്ഞ് വലിയ പബ്ലിക് ഔട്ട്റേജിൻ്റെ ഒരു സാധനമാണ്. GCC പോലെയുള്ള അത്ര സർവൈലൻസ് ഉള്ള ഒരു രാഷ്ട്രത്തിൽ പോലും അറബികൾ അത്ര ഔട്ട്റേജസ് ആയിട്ട് ഈ സാധനത്തെ കണ്ടിരുന്നു. അതൊരു എബ്രഹാം അക്കോർഡ് ഒരു പരീക്ഷണമായിരുന്നു. എബ്രഹാം അക്കോർഡ് ഫസ്റ്റ് ഒരു പരീക്ഷണമാണ്. ആരുടെ? GCC കൺട്രികളുടെ ഒരു പരീക്ഷണമാണ്. ഇത് എത്ര അളവിൽ നമ്മളുടെ ആളുകൾക്ക് സ്റ്റൊമക്ക് ചെയ്യും, അവർക്ക് എത്ര ഡൈജസ്റ്റ് ചെയ്യും എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു. താരതമ്യേന ലിബറലായിട്ടുള്ള UAE-യും പോപ്പുലേഷൻ കുറഞ്ഞ ബഹ്റൈനുമാണ് അതിനവർ ഓപ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിലാണ് വരുന്നത് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ. സൗദി വന്നതോടുകൂടി അവരുടെ ഒരു ഡയറക്ഷൻ, ഫോറിൻ പോളിസിയുടെ ഡയറക്ഷൻ സാധാരണ രീതിയിൽ അറബ് രാജ്യങ്ങളുടെ നിയന്ത്രിക്കുന്നത് സൗദിയാണ്. സൗദിയുടെ ഫോറിൻ പോളിസിക്ക് അനുസരിച്ചിട്ടാണ് ശരാശരി, എല്ലാ കാര്യങ്ങളിലും അല്ല, ശരാശരിയിൽ ബാക്കിയുള്ള GCC കൺട്രീസ് മുന്നോട്ട് പോകുന്നത്. അത് അവരുടെ ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമാണ്, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ എബ്രഹാം അക്കോർഡ് 2 ഫൈനൽ ആവുന്ന ഘട്ടത്തിൽ, പ്രഖ്യാപിക്കാനാവുന്ന ഘട്ടത്തിലാണ് October 7 സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിലൊരു പാർട്ടിയാണ് ഹമാസ്. ഫലസ്തീൻ വിഷയത്തിൽ ഫലസ്തീൻ്റെ ചരിത്രത്തിലാകെ ഒരു ഇലക്ഷനേ നടന്നിട്ടുള്ളൂ. സ്വതന്ത്ര 1950-കൾക്ക് ശേഷം ഫലസ്തീൻ ഒക്കുപേഷൻ നടന്നതിന് ശേഷം, പൂർണ്ണമായി ഒക്കുപേഷൻ നടന്നതിന് ശേഷവും ഒരു ഇലക്ഷനാണ് അവിടെ കാര്യമായിട്ട് നടന്നത്. അതിൽ അധികാരം കിട്ടിയിരിക്കുന്നത് ഹമാസിനാണ് അവിടെ അധികാരം കിട്ടിയിരിക്കുന്നത്. ഹമാസിനെ ആരും അംഗീകരിച്ചില്ല, ലോകരാഷ്ട്രങ്ങളൊന്നും അംഗീകരിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ മാൻഡേറ്റുള്ള ഒരു കക്ഷി എന്നുള്ള അർത്ഥത്തിൽ അവരൊരു പാർട്ടിയാണ്. ആ പാർട്ടിയെ എല്ലാ അർത്ഥത്തിലും ഡിസോൺ ചെയ്തുകൊണ്ടാണ് എബ്രഹാം അക്കോർഡ് 2 വരാൻ പോകുന്നത് എന്നുള്ളത് പുറത്തു വന്നപ്പോഴാണ് ഹമാസ് ഈ കടുങ്കൈ ചെയ്യേണ്ടി വരുന്നത്. ഞങ്ങളൊരു പാർട്ടിയാണ് എന്ന് തെളിയിക്കാൻ അവരുടെ കയ്യിൽ അതല്ലാത്ത മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ്. പിന്നെ നേരത്തെ വിൻസെൻ്റ് സാറ് ടെറർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. എങ്ങനെയാണത് ഒരു ടെറർ ആക്റ്റായി മാറുക എന്നുള്ളത്? ഒന്ന്, ടെററിസം എന്നുള്ളത് നിലവിൽ ഒരു ആക്ഷേപിക്കപ്പെടുന്ന വാക്കല്ല. ജിയോ പൊളിറ്റിക്സിൽ, ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ടെററിസം എന്നുള്ളത് ടൂളാണ് ടെററിസം. ആരും ഒരു ബാഡ് ഏജൻ്റായിട്ട് ടെററിസത്തെ നിലവിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് നമ്മുടെ രാഷ്ട്രം ഒരുപാട് വഫ്ദുകളെ, പിന്നെ സംഘങ്ങളെ അയച്ചു. ഒക്കെ പരിഹാസ്യമായ ഒരു തിയേറ്ററിക്കായിരുന്നു അത്. എന്തുകൊണ്ട്? കാരണം ഇപ്പം റഷ്യൻ പിന്നെ പ്രതിനിധിയുമായിട്ട് തരൂർ, നമ്മുടെ ശശി തരൂർ MP ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മതി. റഷ്യൻ പ്രതിനിധി വളരെ ഒരു പരിഹാസ്യ രൂപത്തിലാണ് ഇതെന്താണ് ഇയാൾ പറയുന്നത്. കാരണം ഇന്ത്യക്കെതിരെ ആക്ഷേപമുണ്ട്. ലോകത്ത് ടെററിസം ടൂളായിട്ട് ഉപയോഗിക്കാത്ത ഏത് രാഷ്ട്രമാണുള്ളത്? US ഉപയോഗിക്കുന്നുണ്ട്, ബ്രിട്ടൻ ഉപയോഗിക്കുന്നുണ്ട്, തുർക്കി ഉപയോഗിക്കുന്നുണ്ട്, പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ ആരോപണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ ബലൂചിസ്ഥാനിൽ അങ്ങാടിയിലൊരു പടക്കം പൊട്ടിയാൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇത് ഞങ്ങൾ ഇടപെട്ടിട്ടല്ല ചെയ്തതെന്ന് ഡിസോൺ ചെയ്ത് പ്രസ്താവന ഇറക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യക്കെതിരെ ആരോപണം ഉള്ളതുകൊണ്ടാണ്. ഇന്ത്യയാണ് അവിടെ ടെറർ ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്, പറയുന്ന ആരോപണങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പോൾ ടോട്ടലി ടെററിസം എന്നുള്ളത് ഒരു IR ടൂളായി മാറിയിട്ട് കാലം കുറച്ചായി. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഏജൻറ്റുകളെ ഉപയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അഹമ്മദ് ഷറാവുമായിട്ട് കൂടിയിരിക്കാൻ പറ്റുന്നത്. അഹമ്മദ് ഷറായി സിറിയയുടെ പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരുന്നു. US-ൻ്റെ നേതൃത്വത്തിലാണ് കൊണ്ടുവരുന്നത്, ഇസ്രായേലിൻ്റെ താല്പര്യത്തിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കൂടിയിരിക്കുന്നു, അവർക്കതിൽ പ്രശ്നങ്ങളില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ രാജ്യങ്ങൾക്കും അവരവരുടെ താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഒരു ക്ലിപ്പ് ലീക്കായി വന്നത്, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ള. അതിൽ അദ്ദേഹം പറഞ്ഞു, പേഴ്സണലി ഐ ഡോണ്ട് കെയർ അബൌട്ട് പലസ്തീൻ. ഒരു മുസ്ലിം, ഞാൻ നേരത്തെ പറയും ഇതൊരു മുസ്ലിം വിഷയമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പേഴ്സണലി ഐ ഡോണ്ട് കെയർ അബൌട്ട് പലസ്തീൻ എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ സൽമാൻ എന്നുള്ള ഒരു രാഷ്ട്ര നേതാവ്
മുസ്ലിങ്ങളുടെ. എന്തിനാണ് പിന്നെ അവർ പലസ്തീനെ പരിഗണിക്കുന്നത്? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പബ്ലിക് ഡിസ്കോഴ്സ് നിയന്ത്രിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടതും അറബ് അല്ലെങ്കിൽ മധ്യപൗരസ്ത്യ ദേശങ്ങളിലുള്ള പൗരന്മാരുടെ വികാരവും. ഇതാണ് നിലവിൽ ഇസ്രായേൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം, പ്രതിസന്ധി എന്ന് പറയുന്നത്. നേരത്തെ വീണ്ടും വിൻസെൻ്റ് സർ പറഞ്ഞതുപോലെ ഒറ്റ കാര്യമേ ഇവർ ചെയ്യേണ്ടതുള്ളൂ. ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ പലസ്തീൻ അംഗീകരിക്കുക എന്നുള്ള വലിയ സ്റ്റെപ്പുകളൊന്നും ഇവരെടുക്കണ്ട. 2 കാര്യം ചെയ്താൽ, 1 എക്കണോമിക് സാങ്ഷൻ ചെയ്യാം, 2 ആം എംബാർഗോ ചെയ്യാം. ഇത് രണ്ടും ചെയ്താൽ പലസ്തീൻ തീരും, ഇസ്രായേലിൻ്റെ ഈ ആക്രമണങ്ങൾ അവസാനിക്കും. പക്ഷെ അത് ചെയ്യില്ല. കാരണം എന്താ? അതത് രാജ്യങ്ങളുടെ നേട്ടങ്ങൾ പ്രശ്നമാണ്. സൗദി അത് ചെയ്യില്ല. കാരണം എന്താ? സൗദിയുടെ നിയോം പ്രോജക്റ്റ് $500 ബില്യൺ $1 പ്രോജക്റ്റാണ് നിയോം പ്രോജക്റ്റിൽ കാര്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇസ്രായേലാണ്. എന്തിനാണ് നമ്മൾ പറയുന്നത്? നമ്മളെ കൈകളിൽ ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചോരയുണ്ട്. ഗസയിൽ ഉപയോഗിക്കുന്ന കോമ്പാറ്റ് ഡ്രോണുകൾ നിർമ്മിക്കപ്പെടുന്നത് നമ്മൾ ഇവിടെ നിന്നാണ്, ബാംഗ്ലൂരിൽ നിന്ന് 9 കമ്പനികൾ. കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്നാണ് ഗസയിൽ ഇസ്രായേൽ ഉപയോഗിക്കുന്ന കോമ്പാറ്റ് ഡ്രോണുകൾ പിന്നെ അതിൻ്റെ കോമ്പണൻസ് അസംബിൾ ചെയ്ത് വിടുന്നത്. അതിൻ്റെ നോഹൗ ഇസ്രായേലിൻ്റെതാണ്, പക്ഷേ അസംബ്ലിങ് യൂണിറ്റ് ഇവിടെയാണ്. 9 കമ്പനികൾ. നമ്മുടെ കൈകളിൽ ചോരയുണ്ട്. ഇങ്ങനെ ലോകത്തിങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരുപാട് താല്പര്യം. പിന്നെ വേറൊരു കാര്യം, വളരെ രസകരമായൊരു സമയം വൈകേണ്ട പറയണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, സീംലെസ് സപ്പോർട്ടാണ് US ഇസ്രായേലിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്കാർക്കും മനസ്സിലാവാത്തൊരു കാര്യമായിട്ട് നിൽക്കുന്ന ഒരു പ്രഹേളിക. അതായത് US-ൻ്റെ ഡീപ്പ് സ്റ്റേറ്റ്, അത് നമ്മളെല്ലാവരും പറയുന്നതും കേൾക്കുന്നതാണ്. ഡീപ്പ് സ്റ്റേറ്റ് അത് നിയന്ത്രിക്കുന്നു. ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇടപെടലുകൾ, ഡീപ്പ് സ്റ്റേറ്റിൻ്റെ അജണ്ടകൾ, ഈ സാധനങ്ങളൊക്കെ നമ്മളെന്നും പറയുന്നതും കേൾക്കുന്നതുമാണ്. ഐപെക് പോലെയുള്ള അവരുടെ ഫണ്ടിങ് സോഴ്സുകൾ, റിപ്പബ്ലിക്കൻസിനെയും ഡെമോക്രാറ്റ്സിനെയും ഒരേപോലെ ഫണ്ട് ചെയ്യുന്ന ഐപെക്, ഇതൊന്നുമല്ലാത്ത ഒരു സാധനം അതിൻ്റെ പുറമേ ഉണ്ട്. അതായത് 1950-കൾ 60-കൾ മുതലാണ് US മിഡിൽ ഈസ്റ്റിനെ നോട്ടമിട്ട് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് 50-60-കളിലാണ് പാൻ ഇസ്ലാമിസം, പാൻ അറബിസം, അറബ് സോഷ്യലിസം, പാൻ ആഫ്രിക്കനിസം, ഈ മൂവ്മെൻറ്റുകൾ വരുന്നത് 50-60-കളിലാണ്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ്. അമേരിക്കയുടെ ചരിത്രം, അമേരിക്കയുടെ തന്നെ ഇൻറ്റേർണലായിട്ടുള്ള പിന്നെ നിരീക്ഷകരൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, അമേരിക്കൻ ഹെജിമണി ഇത് അവസാനിച്ച് അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ്. അതായത് ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സംഘം പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസികളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ ശേഷി അവസാനിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇത് അവരുടെ ശേഷിയുടെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ശേഷിയിൽ കുതിച്ചു പോകുന്ന രാജ്യമാണെങ്കിൽ വളരെ ഓപ്പൺ ആയിരിക്കും, ഓപ്പൺ ടു ക്രിറ്റിസിസം, വില്ലിങ് ടു ആക്സെപ്റ്റ് എന്താ പറയുക അതർ ഒപ്പീനിയൻ, ഇതൊക്കെ കേൾക്കാൻ തയ്യാറായിരിക്കുന്ന ആളുകളായി. നേരെ മറിച്ച് പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസികളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിനെ ഒപ്പം നിർത്തുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെജിമണിക്ക് വേണ്ടി നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. അതിനുവേണ്ടി അവർക്ക് കിട്ടാവുന്നൊരു പ്രോക്സിയാണ് ഇസ്രായേൽ. അതവരുടെ ലോങ് ടേം അജണ്ടയുടെ ഒരു ചാനലാണ്, ലോങ് ടേം അജണ്ടയുടെ ഒരു ചാനൽ. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്സിൽ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. പലപ്പോഴും ട്രംപ് പറയുന്ന സാധനങ്ങൾ ട്രംപ് മാറ്റി പറയേണ്ടി വരാറുണ്ട്. ട്രംപിന് ഉറപ്പില്ലായിരിക്കാറ്. ഇപ്പോൾ ഇന്നലെ പോലും പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു ഒരു ഫോർമുല ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഫോർമുല? ടോണി ബ്ലെയർ അധ്യക്ഷനായിട്ട് ഒരു ട്രാൻസിഷണൽ ഗവൺമെൻറ് ഗസയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏത് ടോണി ബ്ലെയർ? ഇറാഖ് അധിനിവേശത്തിൽ അമേരിക്കക്ക് പിന്നെ ജൂനിയർ ബുഷിന് എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോയ ആളാണ്. അദ്ദേഹം ചെയർമാനായിട്ട് ഒരു ട്രാൻസിഷണൽ ഗവൺമെൻറ് ഗസയിൽ കൊണ്ടുവരിക എന്നുള്ള തത്വത്തിൽ ഹമാസ് അത് അംഗീകരിച്ച പോലെയാണ്. അവർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അംഗീകരിച്ച പോലെയാണ്. അവരധികാരത്തിൽ നിന്ന് ഒഴിയാൻ തയ്യാറാണ് എന്നുള്ള മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു ഇൻ്റർലോക്യൂട്ടേഴ്സിന്. അത് സംഭവിക്കുകയില്ല എന്നുള്ളത് കാണേണ്ടതാണ്. ഇസ്രായേലിന് അത് സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ പിന്നെ ജൂയിഷ് പോപ്പുലേഷൻ കൂട്ടുക, ഗസയുടെ അധികാരം ഇസ്രായേലിന് കിട്ടുക, ഇതാണ് അവർക്ക് നിലവിൽ വേണ്ടത്. ഇത് രണ്ടും സാധ്യമാകാതെ അവരിതിൽ നിന്ന് പിന്മാറില്ല. അതിന് വേണ്ട 2 കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ആദ്യം ഇറാൻ വാറിലൂടെ കണ്ടത്. ഇറാൻ വാറിൽ എന്തിനാണ് ഇസ്രായേൽ അത് ചെയ്യുന്നത്? ഫ്രാഗ്മെൻറ്റഡ് നൈബർഹുഡ് ആണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാൻ. അതായത് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇഷ്ടംപോലെ സ്ഥലം, ഞങ്ങളുടെ
ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാൻ എന്നുള്ളത് അവരുടെ ലോങ് ടേം അജണ്ടയാണ്. ഈ ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാനിൻ്റെ ഭാഗമായിട്ട് അവർ കാണുന്ന കുറേ ടെറിട്ടറികളുണ്ട്. ആ ടെറിട്ടറികളിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള അവരുടെ ടെറിട്ടറിക്ക് ഭീഷണിയായോ നിൽക്കുന്ന നൈബർഹുഡിനെ ഫ്രാഗ്മെൻറ്റൈസ് ചെയ്യുക എന്നുള്ളത്, അതിനെ ബ്രേക്ക് ചെയ്തിടുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ താല്പര്യമാണ്, ആവശ്യമാണ്. നോക്കിക്കോ, ഇപ്പോൾ പിന്നെ നിരീക്ഷകർ പറയുന്നതനുസരിച്ച് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വീണ്ടും വാർ റെസ്യൂം ചെയ്യാൻ പോവാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം വീണ്ടും റെസ്യൂം ചെയ്യാൻ പോവാണ്. അമേരിക്ക ഫുൾ ആം സപ്പോർട്ട് വീണ്ടും കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞതുപോലെയല്ല, പുതിയ യുദ്ധത്തിൽ അമേരിക്ക തുടക്കം മുതൽ തന്നെ പങ്കെടുക്കുമെന്നും റെജീം ചേഞ്ച് എന്നുള്ള അവരുടെ ആവശ്യം നടപ്പിലാക്കുമെന്നുമാണ് പുതിയ നിരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഭീഷണിയായി നിൽക്കുന്നത് ഈജിപ്ത്, ജോർഡൻ, ഈ രണ്ട് രാജ്യങ്ങൾ ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയല്ല. കാരണം അമേരിക്കയാണ് അവർക്ക് ഫണ്ട് ചെയ്യുന്നത്, ജോർഡനെയും ഈജിപ്തിനെയും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലെവറേജ് ഓവർ ബോത്ത് ദീസ് കൺട്രീസ് അമേരിക്കക്കുണ്ട്. ഒരിക്കലും അവരൊരു പരിധി വിട്ട് അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കൂല. നേരെ മറിച്ച് ഇറാൻ അങ്ങനെയല്ല. സിറിയ ഇപ്പോൾ അവരുടെ കയ്യിൽ വന്നു. ബഷാർ അൽ അസദ് റഷ്യയുടെ ഒപ്പമായിരുന്നപ്പോൾ, സപ്പോർട്ടിൽ നിന്നിരുന്ന സമയത്ത് ബഷാർ അൽ അസദിൻ്റെ കൂടെ റഷ്യ ഉറച്ചു നിന്നപ്പോൾ ഇസ്രായേലിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൂടി താല്പര്യപ്രകാരം അസദിനെ ടോപ്പിൾ ചെയ്യുന്നു. പകരം അഹമ്മദ് ഷറായിനെ കൊണ്ടുവരുന്നു. നേരത്തെ പറഞ്ഞ ടെററിസ്റ്റ് എന്ന് പറഞ്ഞ അറസ്റ്റ് ചെയ്ത ടെററിസ്റ്റിനെ പ്രസിഡൻ്റാക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ഇവർ ചുറ്റുമുള്ള രാജ്യങ്ങളെ ഫ്രാഗ്മെൻറ്റൈസ് ചെയ്യുക, അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ശേഷി കുറക്കുന്നതിന് വേണ്ടി ഫ്രാഗ്മെൻറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു താല്പര്യമാണ്. അങ്ങനെയാണ് പരിസരങ്ങളിലേക്ക് യുദ്ധം നീണ്ടുപോകുന്നത്. GCCയിലേക്ക് അങ്ങനെയാണ് യുദ്ധം പോകുന്നത്. ഇപ്പം ഇതിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, സിംഗിൾ പോളാർ വേൾഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് അസ്തമിച്ചു കഴിഞ്ഞു. നിലവിൽ മൾട്ടിപോളർ ആയി കഴിഞ്ഞു, തത്വത്തിലായി കഴിഞ്ഞു. പ്രയോഗത്തിൽ എത്രത്തോളമായി എന്നുള്ളതിലേ സംശയമുള്ളൂ. മൾട്ടിപോളറായി ലോകം. അതായത് US ഒറ്റയടിക്ക് ഒരു റീജിയണൽ ഇഷ്യൂവിൽ തീരുമാനം എടുക്കാൻ പറ്റൂല. ഇപ്പോൾ ഉദാഹരണം സൗത്ത് ചൈന സീ അല്ലെങ്കിൽ പിന്നെ തായ്വാൻ ഇഷ്യൂ, അമേരിക്ക ഒരിക്കലും വിചാരിക്കുന്ന തരത്തിലല്ല ആ വിഷയങ്ങളുടെ നിലവിലുള്ളത്. ഇപ്പോൾ പാകിസ്ഥാനെയും ഇന്ത്യയും US കൈകാര്യം ചെയ്തിരുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് അവർ മാറി. അതായത് ഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ പ്രൊപ്പോർഷൻ, ഇതായിരുന്നു ചെയ്തിരുന്നത്. അതിൽ നിന്ന് മാറി. ഇപ്പോൾ പാകിസ്ഥാൻ, ഇപ്പോൾ ഞാൻ അത് പറയുമ്പോൾ എങ്ങനെ വരും എന്നറിയില്ല, ഒരു IR എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. പാകിസ്ഥാൻ നിലവിലെടുത്തൊരു പൊസിഷൻ ഭയങ്കര എന്താ പറയുക, ഇൻ്റർനാഷണൽ റിലേഷൻസിൽ പഠിക്കാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ കാണേണ്ട ഒരു സാധനമാണ്. സൗദിയുമായിട്ട് അവരൊരു കരാറിലെത്തുന്നു, മ്യൂച്വൽ ഡിഫൻസ് ആക്ട്. എങ്ങനെയാണ് അതെത്തുന്നത്? നിലവിൽ അങ്ങേയറ്റം ദരിദ്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അതായത് GDP അടിസ്ഥാനത്തിൽ, രാഷ്ട്രം എന്നുള്ള അർത്ഥത്തിൽ. എക്സ്റ്റേണൽ ലോണാണ് അവർ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവരുമായിട്ട്, സൗദിയുമായിട്ടൊരു പാക്റ്റിലേക്ക് എത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എത്ര വലിയ നേട്ടങ്ങളാണ്. ഒന്ന്, അവർക്ക് പിന്നെ ഔദ്യോഗികമായ ഇതില്ലാതെ, ബാധ്യതകളില്ലാതെ ലോൺസ് കിട്ടുന്നു. അവർക്ക് നഷ്ടപ്പെട്ട മുസ്ലിം ലോകത്തെ ഏക ആണവ രാഷ്ട്രം എന്നുള്ള പഴയ പ്രതാപം അത് കിട്ടുന്നു. ചൈനയുമായിട്ട് അവർക്കുള്ള പ്രോക്സിമിറ്റി, അതായത് അറബ്സിന് പൊതുവെ ചൈനയുമായിട്ട് അടുക്കാൻ കൾച്ചറലി, എത്നിക്കലി പ്രശ്നങ്ങളുണ്ട്. US അല്ലെങ്കിൽ വെസ്റ്റിനെ വിശ്വസിക്കുന്നത് പോലെ അവർ ചൈനീസ് സാധനങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. അവർ ഒരു കൾച്ചറൽ പ്രശ്നമുണ്ട്. അപ്പോൾ അതിലൊരു ഇൻ്റർലോക്യൂട്ടർ ആകുക എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. ഒരേ സമയം US ആംസ്, അതേസമയം ചൈനയുടെ ആംസ് കയ്യിലുള്ള രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവരാ സാധനത്തെ ഉപയോഗിച്ച് ഈ മേഖലയിലുണ്ട് അവരുടെ രാഷ്ട്രത്തിൻ്റെ പരമാവധി സോഴ്സുകൾ ഉപയോഗിച്ച് ഒരു പ്ലേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൊമസ്റ്റിക്കലി അതിനുള്ള നേട്ടം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഇഷ്യൂവിൽ ഇതാ ഞങ്ങൾ മുന്നിൽ നിന്നിരിക്കുന്നു എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇങ്ങനെ ബഹുമുഖമായിട്ടുള്ള ഡയറക്ഷനുള്ള ഒരു വിഷയമാണ് ഈ പാലസ്തീൻ വിഷയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്താ ഇവർക്കൊന്നും കണ്ണും കാതുമില്ലേ, മനസ്സില്ലേ. ഇപ്പം നേരത്തെ സ്മോട്രിച്ചിൻ്റെ കാര്യം പറഞ്ഞു. സ്മോട്രിച്ച് ആരാണ്? സ്മോട്രിച്ച് എന്ന് പറയുന്നത് ICJ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, വാർ ക്രിമിനലായി പ്രഖ്യാപിച്ച ആളാണ്. അതായത് ICJ പിന്നെ സിഗ്നേറ്ററി ആയിട്ടുള്ള ഒരു രാഷ്ട്രത്തിലൂടെ പറക്കാൻ അയാൾക്ക് കഴിയില്ല. പോയാൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും.
ഇപ്പോൾ നെതന്യാഹു ഈ പ്രാവശ്യം US പോകുന്നത് എങ്ങനെയാണ്? മെഡിറ്ററേനിയൻ വഴി ക്രോസ് ചെയ്തിട്ടാണ് പോയത്, യൂറോപ്പ് വഴിയല്ല പോയത്. കാരണം ICJ സിഗ്നേറ്ററി ആയിട്ടുള്ള രാഷ്ട്രങ്ങളുടെ മുകളിലൂടെ പറക്കാൻ ആൾക്ക് പേടിയുണ്ട്, അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, പാസ് കൊടുക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്മോട്രിച്ച് ഇവിടെ വന്നിട്ട് ബയലേറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് പാക്റ്റാണ് സൈൻ ചെയ്യുന്നത്. 2-3 ആഴ്ച മുമ്പാണ് സംഭവിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? പൊളിറ്റിക്കലായിട്ട് ഇത്ര വലിയ സപ്പോർട്ടാണ് ഇസ്രായേലിന് നമ്മുടെ രാഷ്ട്രം കൊടുത്തത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിതൊക്കെ പറയുമ്പോഴും എത്ര വലിയ പൊളിറ്റിക്കൽ സപ്പോർട്ടാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുക, സംരക്ഷിക്കാനുള്ള അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഹൈഫ പോർട്ടാണ്. ഇസ്രായേലിലുള്ള ഹൈഫ പോർട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? അദാനിയാണ്. അദാനിയുടേതാണ് അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് അവിടെ സംരക്ഷിക്കുക എന്നുള്ളതും ഇസ്രായേലിൻ്റെ ഇവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ സംരക്ഷിക്കുക എന്നുള്ളതുമാണ് ഇതിൽ പ്രധാനം. അതായത് ഇപ്പം US ഒക്കെ അനുഭവിച്ച ഒരു പ്രധാന പ്രശ്നം, ഈ ഇറാഖ് അഫ്ഗാൻ അധിനിവേശാനന്തരം US അനുഭവിച്ചൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഗുഡ് വില്ല് നശിച്ചു പോവുക എന്നുള്ള, ഒരു രാഷ്ട്രത്തിൻ്റെ ഗുഡ് വില്ല് നശിച്ചു പോവുക എന്നുള്ള. US പൗരന്മാർക്ക് ഫ്രീ ആയിട്ട് എവിടെയും പോകാൻ പറ്റിയില്ല. എവിടെ പോകുമ്പോഴും ആരെങ്കിലുമൊക്കെ അടിച്ചു കളയുക, ആക്രമിച്ചു കളയുക, ടൂറിസം, ഞാൻ US സിറ്റിസനാണെന്ന് പറയാൻ പറ്റാതിരിക്കുക. അപ്പം അങ്ങനെയാണ് ഈ ഗുഡ് വില്ല് ഉയർത്താൻ വേണ്ടിയിട്ടാണ് പല പ്രോഗ്രാമുകൾ US പിന്നെ ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുവന്ന്, പിന്നെ അതിങ്ങനെ ഉയർത്തി ഞങ്ങൾ ലിബറൽ വാല്യൂസിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ആളാണ് എന്ന് വരുത്താനുള്ള ശ്രമങ്ങളാണ് പിന്നീട് അവർ നടത്തിയത്. ഇതേ സാധനം ഇസ്രായേലിന് വന്നിട്ടുണ്ട്. മൈനസായി അവരുടെ ഗുഡ് വിൽ. അവരത് കയറ്റിയെടുക്കാനുള്ള സമയം ഒരു പക്ഷേ 10, 20, 30 വർഷം കൊണ്ട് അത് തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ത്യ അവർ കൊടുത്ത സപ്പോർട്ട് നോക്കേ, എത്ര വലിയ സപ്പോർട്ടാണ്. അവരുടെ പൊളിറ്റിക്കൽ ലൈനിനുള്ള സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയും 2 മാസം മുമ്പാണ് ഡിഫൻസ് ഡീൽ നടന്നത്. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി ഒഫീഷ്യൽസും IDF-ഉം തമ്മിൽ നടന്ന ഡീൽ 2 മാസം മുമ്പാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ ആദ്യഘട്ടങ്ങളിൽ മൗനമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളടക്കം ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന ഒരു 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 ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ജെനോസൈഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെവിടെയാണ് പ്രതീക്ഷ എന്ന് ഖാദർ സാഹിബ് തുടക്കത്തിൽ ചോദിച്ചിരുന്നു. ഒറ്റ പ്രതീക്ഷയുള്ളൂ. നിങ്ങൾ ഖാലിദ് നബ്ഹാൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റൂഹർ റൂഹ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ. കൊച്ചുമോൾ റീം, 3.5 വയസ്സുള്ള കൊച്ചുമോൾ മരിച്ചപ്പോൾ റംബിൾസിൻ്റെ അടിയിൽ നിന്ന് കുട്ടിയെടുക്കുന്നു, കുളിപ്പിക്കുന്നു, 2 ഭാഗത്തേക്ക് നഴ്സറിയിൽ പോകുന്നത് പോലെ മുടികളൊക്കെ കെട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് ഈ റൂഹർ റൂഹ് നീ പോകുന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വളരെ വിതുമ്പുന്ന വികാര നിർഭരമായ ഒരു രംഗം, ഖബറടക്കുന്ന രംഗം. അദ്ദേഹത്തോട് യാസർ അൽ ഖാദി നടത്തുന്ന, അമേരിക്കയിലെ യാസർ അൽ ഖാദി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തെ അമേരിക്കയിൽ ഒരു സെമിനാറിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനില്ല, എനിക്ക് പെട്ടെന്ന് റീമിൻ്റെ അടുത്തേക്ക് പോകണം, കൊച്ചുമോൾ റീമിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകണം, നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവിടെ അക്രമമില്ലല്ലോ, ഞാൻ മരിക്കാനുള്ള സാധ്യത കുറവല്ലേ, മരിച്ചാലല്ലേ റീമിൻ്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ, അപ്പോൾ എനിക്ക് റീമിൻ്റെ അടുത്തേക്ക് വേഗം പോകണം, ഞാൻ നിങ്ങളുടെ കോൺഫറൻസിലേക്കില്ല എന്ന് പറഞ്ഞ ഖാലിദ് നബ്ഹാനെ പോലെയുള്ള മനുഷ്യരിലാണ് അവർക്ക് പ്രതീക്ഷയുള്ളൂ. അല്ലാതെ നിലവിലുള്ള ജിയോ പൊളിറ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അവരവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി രാജ്യങ്ങൾ എന്താ പറയുക, ഓരോ തിയേറ്ററിക്സ് നടത്തുന്നു എന്നുള്ളതല്ലാതെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവും ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കാം. സാറുണ്ട്. എനിവേ, അസ്സലാമു അലൈക്കും. ആഷിഖ് വാഫി, നമ്മളിതുവരെ ഫലസ്തീനെക്കുറിച്ച് കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വ്യത്യസ്ത രീതിയിൽ, വളരെ വേറിട്ട രീതിയിൽ ആ വിഷയത്തെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സ്പീച്ചാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ 2 പേരോടും ചോദിക്കാം. നമുക്ക് പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. എൻ്റെ ചോദ്യം വിൻസൻ സാറിനോടാണ്. സാറിൻ്റെ പ്രഭാഷണത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടായി, ഇസ്രായേൽ കമ്മിറ്റ് ചെയ്യുന്നത് ജെനോസൈഡ് ആസ് വെൽ ആസ് എക്കോസൈഡ് എന്നായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ബോത്ത് ലൈക്ക് ഇസ്രായേലി പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓർ ദ
Trump administration, they want to take over Gaza as a whole, and they want to settle their population, like the Israeli population to the Gaza. Then why are like അവരെന്തുകൊണ്ടാണ് പിന്നെ എക്കോസൈഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഗാസയിൽ നടത്തുന്നത്? ഇഫ് ദേ വാണ്ട് ദാറ്റ് പ്ലേസ്, വൈ ആർ ദേ സ്റ്റിൽ ഡൂയിങ് ദാറ്റ്? നോട്ട് ജെനോസൈഡ് ബട്ട് എക്കോസൈഡ്. ഈ 2023 ഒക്ടോബറിലുള്ള അറ്റാക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ചില പരാമർശങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും പിന്നെ ഹമാസിൻ്റെ ചില ആൾക്കാരെ എടുത്തുകൊണ്ട് ചെയ്തതാണെന്നും, പിന്നെ 24 മണിക്കൂർ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകാനും അറ്റാക്ക് ചെയ്യാനും ഇസ്രായേലി സൈനിക ഡിഫൻസ്, അതായത് ഒരു ചെറിയ അനക്കം തട്ടിയാൽ അറിയുന്ന സ്ഥിതിക്ക് ഇത്രമാത്രം 12 മണിക്കൂർ അവിടെ അറ്റാക്ക് ചെയ്യാനും ആളെ പിടിച്ചുകൊണ്ടുപോകാനും ഇസ്രായേൽ തന്നെ ഗാസയിൽ ഒരു വലിയൊരു വംശഹത്യ നടത്താൻ വേണ്ടി ചെയ്തതാണെന്നുള്ള ഒരു ചില ജേർണലുകൾ പറയുന്നുണ്ട്. എത്രത്തോളം അതിനെ പറ്റിയിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടെന്നാണ് അറിയാനുള്ളത്. ആദ്യത്തെ പ്രശ്നം ഇക്കോസൈഡാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗസ ഒക്കുപ്പൈ ചെയ്യാൻ സാധിക്കില്ല ആ ഭൂമിയിൽ. 2005 ഇസ്രായേൽ അവിടുന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങിയതാണ്. അതിൻ്റെ കാരണം ഇൻറ്റേണലായിരുന്നു. ഇൻറ്റേണൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് എന്ന രാഷ്ട്രീയ പാർട്ടി അതൊരു പൊളിറ്റിക്കോ റിലീജിയസ് മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ. ഇത് മൂന്നും കൂടെ ചേർന്ന് 3 in 1 ആണ്. ഒരേ സമയം അതൊരു മത പ്രസ്ഥാനമാണ്, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് ഇസുദ്ദീൻ അൽ-ഖ്വസം ബ്രിഗേഡ്, ഇസുദ്ദീൻ അൽ-ഖ്വസം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് അവർ ഒരു പോരാട്ട ദളത്തെ ഉണ്ടാക്കിയത്. ഇത് മൂന്നും ചേർന്ന 3 in 1 ആണ് ഹമാസ്. അപ്പോൾ ഹമാസിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ശക്തി ഒരു കാരണവശാലും ഇസ്രായേലി സെറ്റിൽമെൻറ്റുകൾ ഗസയിൽ നിലനിർത്താൻ കഴിയില്ല എന്നുറപ്പായപ്പോഴാണ് അവർ നിലവിലുള്ള സെറ്റിൽമെൻറ്റുകൾ തകർത്തിട്ട് ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങിയതാണ്. അതായിരുന്നു റെസിസ്റ്റൻസിൻ്റെ ശക്തി. അപ്പോൾ നിലവിൽ അവർക്ക് ഈ പണ്ടര പറഞ്ഞ പോലെ ഹൈഡ്ര ഹെഡഡ് എന്നൊക്കെ പറയേണ്ടി വരും. ഈ രാവണൻ്റെ തല പോലെയാണ്. ഈ കൊല്ലും തോറും തല ഇങ്ങനെ മുളച്ചുകൊണ്ട് വരിക എന്ന് പറയും. ഇപ്പോൾ 2023 കണക്ക് പ്രകാരം ആക്റ്റീവായിട്ടുള്ള പോരാളികൾ ഹമാസിനുണ്ടായിരുന്നത് 25,000-നും 35,000-നും ഇടയിൽ ട്രെയിൻഡ് മിലിറ്ററി ലെവൽ ട്രെയിനിങ് കിട്ടിയിട്ട ആളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം IDF-ൻ്റെ ചീഫ് പറഞ്ഞത് 4,000 ഹമാസ് പോരാളികൾ ഗസ സിറ്റിയിൽ മാത്രമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതെന്നാണ്. ഇതെവിടെ നിന്നാണ് വരുന്നത്? അതിൽ ധാരാളം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൊല ചെയ്യപ്പെടുന്നതിനേക്കാൾ ആളുകൾ പുതിയതായി റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഹമാസിലേക്ക്. അപ്പോൾ ആ ഇൻറ്റേർണൽ ഫാക്ടറാണ് 2005 ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ട് പുൾ ഔട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം. അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഈ 23 ലക്ഷം വരുന്ന ജനങ്ങളിൽ ഇനിയിപ്പോൾ 2 ലക്ഷത്തെ കൊന്നു തള്ളിയാലും 20 ലക്ഷം അവിടെയുണ്ട്. അത് IDF-ൻ്റെ മുൻ ചീഫ് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഹമാസിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം അതൊരു ആശയമാണ്. അത് ഫലസ്തീനികളുടെ മനസ്സിൽ അത് ഈ ഗസയിൽ എത്ര കാലം മനുഷ്യരുണ്ടോ ആ മനുഷ്യരുള്ള കാലത്തോളം ഈ ആശയം അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രയോഗ രീതികൾ മാറുന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇമ്മീഡിയറ്റായിട്ട് അത് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ പ്രദേശം ഊഷരമായിട്ടിടും. ഒരു പക്ഷേ 10, 20, 50 വർഷമായിരിക്കാം. അതിനുശേഷം ഒക്കുപ്പൈ ചെയ്യും. ഏതായാലും ഫലസ്തീനികൾ നിയന്ത്രിക്കുന്ന ഫലസ്തീനി സെറ്റിൽമെൻ്റ് ഉള്ള ഒരു രാജ്യം എന്ന് വെച്ചാൽ ഫലസ്തീനികൾക്ക് ഇനി അവിടെ താമസിക്കാൻ പറ്റില്ല. ഫലസ്തീനികൾക്ക് നല്ല ആർക്കും അവിടെ താമസിക്കാൻ പറ്റില്ല. ആ രൂപത്തിൽ ആ പ്രദേശങ്ങളെ നശിപ്പിക്കുക. അത് ആദ്യം ബഫർ റീജിയനാണ് അവർ പൂർണ്ണമായിട്ടും ആ രീതിയിൽ ചെയ്തത്. ഇപ്പോൾ തന്നെ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ ഉണ്ടാക്കി ഒരു തരത്തിലും മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഏരിയ അവർ സൃഷ്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ അതാണ് എക്കോസൈഡിൻ്റെ ഒരു ആസ്പെക്റ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കൾച്ചറൽ ആസ്പെക്റ്റ് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൽ അടക്കമുള്ള ഇൻ്റലക്ച്വൽസ് തള്ളിക്കളഞ്ഞ ഒരു സംഗതിയാണ് സാമുവൽ പി ഹണ്ടിങ്ടൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ്. ഞാൻ സമീപകാലത്ത് പുതിയ കോണ്ടസ്റ്റിൽ അത് ഒന്നുകൂടി എടുത്ത് വായിച്ചു. അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമായിരുന്നു അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ഉണ്ട് എന്നതൊരു വാസ്തവമാണ്. അപ്പോൾ ജുദയോ ക്രിസ്ത്യൻ സിവിലൈസേഷൻ വയസ് ജുദയോ ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന നിലയ്ക്കാണ് ആ കോൺഫ്ലിക്റ്റ് വരുന്നത്. അത് യാഥാർത്ഥ്യമായി. കാരണം കമ്മ്യൂണിസത്തിൻ്റെ അവസാനത്തോടു കൂടി ഈ ക്രിസ്ത്യാനിറ്റി
പ്ലസ് ക്യാപിറ്റലിസം പ്ലസ് ഇമ്പീരിയലിസം. ഇങ്ങനെ മൂന്നായിട്ടാണ് ഈ വെസ്റ്റേൺ സിവിലൈസേഷനെ നമുക്ക് അടയാളപ്പെടുത്തുക. അതിനെതിരായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് യൂറോപ്പിലും വെസ്റ്റ് ഏഷ്യയിലും ആഫ്രിക്കയിലും അടക്കം ഇസ്ലാം ആയിരിക്കും. അതേസമയം ഇസ്ലാം ഒരു മതം എന്ന നിലയ്ക്ക് അതിന് പാശ്ചാത്യ സംസ്കൃതിക്കെതിരായി നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക സംസ്കൃതിയാണ് മുഖാമുഖം വരിക. അപ്പോൾ ഇസ്ലാമിക സംസ്കൃതി ശക്തമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു റെസിസ്റ്റൻസ് ഫോഴ്സായിട്ട് മാറും. അതുകൊണ്ട് ആദ്യം അവർ ചെയ്തത് ഇസ്ലാമിക സംസ്കൃതിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അൽഖ്വയ്ദ അടക്കമുള്ള ടെററിസ്റ്റ് മൂവ്മെൻറ്റുകൾ, തലിബാൻ, ഇങ്ങനെയുള്ള ധാരാളം ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഇതിനെ വെച്ചിട്ട് അതിൻ്റെ ക്രെഡിബിലിറ്റി തകർന്നു. അപ്പോൾ അങ്ങനെ അതേസമയം ഇതിന് സമാന്തരമായി ഇസ്ലാമിക ലോകത്ത് നിന്ന് ഈ ഇസ്ലാമിക സംസ്കൃതിയുടെ അംശങ്ങളെ പൂർണ്ണമായി കൈയൊഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് കേരളത്തിൽ വളരെ പ്രകടമാണ്. കേരളത്തിലൊരു മതപരതയിലേക്കുള്ള തിരിച്ചുപോക്ക് കേരളത്തിലെ മുസ്ലിമുകളുടെ ഇടയിൽ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അബ്ബാസ് പനക്കലിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഹിന്ദു അമീർ ഓഫ് മുസ്ലിംസ്. ഒരു ജിഹാദ് നടത്താൻ ഒരു മുസ്ലിം വേണ്ട, ഒരു ഹിന്ദുവായിട്ടുള്ള അമീർ മതി, സഹോദരി മതി എന്ന് തീരുമാനിച്ചു. അതാണ് പ്രാദേശികത എന്ന് പറയുന്നത്. ലോക്കലൈസ്ഡ് ഇസ്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കേരളത്തിലെ സാംസ്കാരിക ഇസ്ലാമിനെ ഇപ്പോൾ എത്രമാത്രം ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഗ്ലോബൽ കോണ്ടെക്സ്റ്റിലുണ്ടായി. ഈ ഇസ്ലാമിക സംസ്കൃതി മുന്നോട്ട് വയ്ക്കാത്തതിൻ്റെ ഒരു പ്രതിസന്ധി വളരെ പെട്ടെന്ന് ഷിയ സുന്നി കോൺഫ്ലിക്റ്റുകളെ ശക്തിപ്പെടുത്തുവാനും വിവിധ രാജ്യങ്ങളിലെ വിവിധ ഗ്രൂപ്പുകളായി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിച്ചു. പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് തന്നെ ഈ സുന്നി ഷിയ കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ ഷിയാക്കളിൽ 5 രാജ്യങ്ങൾ, അതിൽ ഇറാനുണ്ട്, സിറിയ, ഇറാഖ്, ലെബനൻ, യമൻ. അതിൽ 3 രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങൾ പ്രാഥമികമായിട്ട് ഇറാൻ്റെ പ്രോക്സികളുടെ നിയന്ത്രണത്തിലായിരുന്നു. അതിശക്തമായിട്ടുള്ള ഒരു ഷിയ സഖ്യം അവിടെ രൂപപ്പെട്ടു. അതിനെതിരെ സുന്നി സഖ്യത്തെ അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്. പ്രാഥമികമായിട്ട് അവിടെ ഇറാനും ഖത്തറും തുർക്കിയും സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ വിള്ളൽ വീഴ്ത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചു. ഇറാനെ അവർക്ക് മാറ്റി നിർത്താൻ സാധിച്ചു. ഇറാൻ്റെ പ്രോക്സി ആയിട്ടുള്ള ലെബനനിലെ ഹിസ്ബുള്ളയെ തകർത്തു. ഹൂത്തികളുടെ ശേഷി നിർണായകമായിട്ട് കുറച്ചു. സിറിയനെ പൂർണ്ണമായിട്ടും അവർ നിയന്ത്രണത്തിലാക്കി. അപ്പോൾ ആ രൂപത്തിൽ ആ മേഖലയിൽ അവർക്ക് പൊളിറ്റിക്കലായിട്ട് ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ അതിലേക്ക് വന്നു. അതിൻ്റെ ഇങ്ങേ തലയ്ക്കലാണ് പാകിസ്ഥാനെ നിങ്ങൾ കാണേണ്ടത്. ചൈനയുടെ ഒരു സാമന്ത രാജ്യം പോലെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനുമായി വളരെ പെട്ടെന്ന് അമേരിക്ക സഖ്യം സ്ഥാപിക്കുകയും പഴയ രീതിയിൽ പാകിസ്ഥാനെ തിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പാകിസ്ഥാൻ സൗദി അറേബ്യ ടർക്കിയെ എന്ന നിലയ്ക്കുള്ള പുതിയ അലയൻസിന് ശ്രമിക്കുകയാണ്. അതായത് അറബ് ഐക്യവും അറബ് സുന്നി ഇസ്ലാമിക ഐക്യവും കൊണ്ടുവന്ന് ഈ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വിപ്ലവത്തെ, ഇറാൻ ആത്മീയ വിപ്ലവത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ താല്പര്യമുള്ളത് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയ്ക്കുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സംഗതിയെ അതിലംഘിക്കണമെങ്കിൽ മധ്യകാലത്ത് ലോകത്തിൽ ഏറ്റവും അധികം വികാസം പ്രാപിച്ച സംസ്കൃതിയായിരുന്നു ഇസ്ലാം. ഈ പേർഷ്യ അടക്കം ചേർത്തുകൊണ്ട് എങ്ങനെയാണ് അബാസിഡ്സ് ഒക്കെ ഓൾ റോഡ്സ് ലീഡ്സ് ടു ബാഗ്ദാദ് എന്ന് പറയുന്ന രൂപത്തിലൊരു സംസ്കൃതിക്ക് ജന്മം നൽകിയത്? ഏറ്റവും വലിയ സംസ്കാരം, ഏറ്റവും വലിയ വൈജ്ഞാനിക മേഖല, ഏറ്റവും വലിയ മാനവികതയുടെ ചിന്ത, സോഷ്യൽ സയൻസിൻ്റെ വളർച്ച, ഇതെല്ലാം ഉണ്ടായില്ലേ? അതിനെ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നുണ്ടോ? സമാന്തരമായിട്ടുള്ള ഒരു സംസ്കൃതിയുടെ ഘടകത്തെ മുന്നോട്ട് വയ്ക്കാൻ ഇപ്പോൾ കഴിയാത്ത അവസ്ഥയിൽ ഇസ്ലാമിക ലോകവും വന്നു എന്ന് സാരം. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അവിടെ നിൽക്കുന്നു. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. ലോകത്തിൽ എവിടെ സംഘർഷമുണ്ടായാലും ആദ്യം രംഗത്ത് വരുന്നത് ഗൂഢാലോചന സിദ്ധാന്തക്കാരാണ്. ഇപ്പോൾ ട്വിൻ ടവേഴ്സ് തകർത്ത സമയത്ത് പ്രധാനമായിട്ടും വന്നത് ഇസ്രായേലിൻ്റെ ഒരു ഇടപെടലാണ്. ഇസ്ലാമിക ലോകത്തിനെതിരായി അമേരിക്ക സൈനിക നീക്കം നടത്തുന്നതിന് വേണ്ടി അമേരിക്കയെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കാൻ ജൂതന്മാർ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം എന്ന് അന്നേ പറഞ്ഞിരുന്നു. അതിൽ ചില വസ്തുതകളും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൽ നിരവധി ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ജൂതന്മാരെല്ലാം അന്നേ ദിവസം ലീവ് എടുത്തിരുന്നു. അതൊരു ഫാക്റ്റാണ്. എന്തെങ്കിലും തരത്തിൽ വിവരം ഉണ്ടായിട്ടാണോ അല്ലയോ എന്നറിയില്ല, പക്ഷേ ജൂതന്മാരൊക്കെ ലീവ് എടുത്തു എന്നുള്ളത് ഫാക്റ്റാണ്. അതുപോലെ ചില വാദങ്ങളും ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അതിനെ 100% തള്ളിക്കളയുന്നില്ല.
പക്ഷേ ചില ആസ്പെക്റ്റുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഞാൻ കരുതുന്നില്ല ഇസ്രായേൽ നേരിട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അത് നമ്മളൊരു ഓവർ റീഡിംഗ് ആയി പോകും. നമുക്കതിനുള്ള ലഭ്യമായിട്ടുള്ള ഒരു ഡാറ്റയും നമ്മുടെ കയ്യിലില്ല. അല്ല, ഇവിടെ നമ്മളെ ഈ സെഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ആഷിഖ് വാഫിയോട് ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കണം. ആഷിഖ് വാഫിയോട്. ഖാദർ സാഹിബ് സംസാരിച്ചപ്പോഴും ആഷിഖ് വാഫി അവസാനിപ്പിച്ചപ്പോഴും ഈ പലസ്തീൻ പ്രശ്നം പൊതുവെ കേരളത്തിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഫലസ്തീനിൽ കൊല ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ കാര്യം പറയുമ്പോഴും വളരെ വൈകാരികമായി പ്രതികരിക്കുക. അതായത് മരണത്തെ ലിബറൽസ് ആണെങ്കിലും ലെഫ്റ്റ്സ് ആണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്തിട്ട് ഫലസ്തീനെ ഒരു വൈകാരിക തലത്തിൽ നിർത്തുക. ഫലസ്തീന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു റെസൊല്യൂഷൻ, ആ പ്രശ്നത്തിന് ഒരു കൃത്യമായ പ്രായോഗികമായ പരിഹാരത്തിന് പകരം ഈ തരത്തിലൊരു വൈകാരിക, ഇപ്പം താങ്കളുടെ സംസാരത്തിൻ്റെ അവസാനം പോലും ആ പിതാവ് എന്ത് പറഞ്ഞു എന്നുള്ളതിൻ്റെ ആ ഒരു വൈകാരിക തലത്തിലാണ് നിർത്തിയത്. ഞാൻ മുസ്ലിം ലോകം എന്നല്ല പറയുന്നത്, എൻ്റെ പലസ്തീൻ വിഷയത്തോട് ആഭിമുഖ്യം കാണിക്കുന്ന ആൾക്കാർ ഇതിനെ വൈകാരികമായി സമീപിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം, ഇതിൻ്റെ പരിഹാരം കാണാത്തതിലുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. അതായത് ഇതിൽ പരിഹാരം ഉണ്ടാവേണ്ടത് പവറാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. പവറില്ലാത്ത ആളുകൾ സങ്കടപ്പെടുകയല്ലാതെ എന്താ ചെയ്യുക? നിസ്സഹായരായി പോകുന്നൊരു ഘട്ടത്തിൽ, അതായത് എല്ലാവർക്കും താല്പര്യങ്ങൾ, ഒരു കൈ കൊടുക്കണം എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ പോലും, സഹോദരൻ, ഇപ്പോൾ നമ്മളെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ ഉടപ്പുറപ്പുകൾ നമ്മളൊപ്പം നിൽക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ നിൽക്കണ്ടേ? അപ്പോൾ അവർ പോലും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പോവുകയും നമ്മളെ വിട്ടുകളയുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ മനുഷ്യൻ അമ്പേ നിസ്സഹായരായി പോകുന്നൊരു ഘട്ടമാണ്. ആ ഘട്ടത്തെ പിന്നെ എങ്ങനെയാണ് അവതരിപ്പിക്കുക? ഇങ്ങനെ മനുഷ്യൻ്റെ വികാരത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് നമ്മൾ ആ നിസ്സഹായ അവസ്ഥയെ അവതരിപ്പിക്കുക? പവറാണ് വേണ്ടത്. നിലവിൽ പവർ ഉണ്ടാകുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപോളാർ വേൾഡ് നിലവിൽ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ പവർ ഉണ്ടാക്കാം. പക്ഷെ അവരുണ്ടാക്കുന്നില്ല. കാരണം അവരുടെ താല്പര്യം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അവരുടെ താല്പര്യങ്ങൾക്ക് എതിരാണത്. അപ്പോൾ പിന്നെ നമുക്കിതിനെന്താ സൊല്യൂഷൻ എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് സമയം ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളെന്നുള്ള അർത്ഥത്തിൽ ഞാനൊരു സൊല്യൂഷനും യഥാർത്ഥത്തിൽ അതിൽ കാണുന്നില്ല. സംഭവിക്കാന്ന് എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഞാൻ ജ്യോത്സ്യനല്ല, പക്ഷേ എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഈ ഒക്കുപ്പേഷൻ ഇസ്രായേൽ പൂർത്തിയാക്കും. ഇൻ എ വേ ഓർ അത് പൂർത്തിയാക്കിയല്ലാതെ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. കാരണം തുടങ്ങിക്കുടുങ്ങിയ ഒരു ഘട്ടത്തിലും കൂടിയാണ് അവരുള്ളത്. ഈ ഒക്കുപ്പേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പറയുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ ജൂയിഷ് പോപ്പുലേഷൻ കൂട്ടുക, ഗസയുടെ അധികാരം അവർക്ക് കിട്ടുക. ഇത് രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് അല്ല. നിലവിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. റെസിസ്റ്റൻസ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാഷ്വാലിറ്റീസിൻ്റെ അനുപാതം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വളരെ ചെറിയ കാഷ്വാലിറ്റീസാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. പക്ഷേ അവരുടെ പോപ്പുലേഷൻ വളരെ ചെറുതാണ് എന്നുള്ളത് മറ്റൊന്ന്. പക്ഷേ ടോട്ടലി നോക്കുകയാണെങ്കിൽ അവർ ഈ ഒക്കുപ്പേഷൻ പൂർത്തിയാക്കും. അതിനാണ് സാധ്യതകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ US-ന് റെക്കോർഡഡ് ഹിസ്റ്ററിയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് സീംലെസ് ആയിട്ട് ഇസ്രായേലിന് US കൊടുക്കുന്ന പിന്തുണ വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പൂർത്തിയാക്കാൻ പറ്റിയില്ല. ട്രംപിൻ്റെ ഇമ്മീഡിയറ്റ് പൊളിറ്റിക്കൽ നീഡിനെതിരാണ് നിലവിൽ. US-ൻ്റെ താല്പര്യത്തിലല്ല ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ട്? എന്നിട്ടും അത് നടക്കുന്നുണ്ട്. അതായത് US, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പവറുകളാണ്. ഒന്ന് ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, 2 പൊളിറ്റിക്കൽ പവർ ഉണ്ട്. പൊളിറ്റിക്കൽ പവർ നിലവിൽ ജൂയിഷ് ലോബി എന്ന് പറയുന്നത് ശരിയല്ല, ഇസ്രായേൽ ലോബിയുമായിട്ട് ഒരു ശീസം അവർക്കിടയിലുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ട്രംപ് അടക്കമുള്ള പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി എടുക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഇസ്രായേൽ ലോബിയും തമ്മിൽ ഒരു ഗ്യാപ്പ് നിലവിലുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ട്രംപ് നടത്തുന്ന പ്രതികരണങ്ങൾ
ഇസ്രായേൽ ലോബിയുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിന് അനുസരിച്ചല്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ട്രംപ് പിറ്റേന്നോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാലോ മാറ്റും. കാരണം അവരുടെ പ്രഷർ വരുന്നതുകൊണ്ടാണ് ആ സമയത്ത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഈ ലോബിയും തമ്മിലുള്ള ഗ്യാപ്പാണ് അവിടെ പ്രകടമാകുന്നത്. പക്ഷേ ഡീപ് സ്റ്റേറ്റ് അപ്പോഴും പൂർണ്ണമായിട്ട് ഇസ്രായേൽ ലോബിയുടെ ഒപ്പമാണ്. ഈ ഡീപ് സ്റ്റേറ്റ് കാണിക്കുന്നത് ഡോളറൈസേഷൻ, അതിലൊക്കെ വലിയ കുറച്ച് ദീർഘമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഡോളർ ഒരു വലിയ വെപ്പണാണ് യു എസിനെ സംബന്ധിച്ച്. ലോകത്ത് യു എസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെപ്പൺ സ്റ്റെൽത്ത് ജെറ്റ് അതൊന്നുമല്ല. വെപ്പണായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഡോളറാണ്. ഈ ഡോളർ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? റോസ്ചൈൽഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു ജൂയിഷ് ഫാമിലിയാണ് ഡോളർ വ്യവസായത്തെ കൺട്രോൾ ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ ബാങ്കിങ് സിസ്റ്റവും നിയന്ത്രിക്കുന്നത് വത്തിക്കാനും ഈ റോസ്ചൈൽഡ് ഫാമിലിയാണ്. നമ്മുടെ നാട്ടിലെ SBIയുടെ ചീഫ് ആരാവണം എന്നുള്ളതിൽ വരെ അവർക്ക് സേ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു വലിയ നെക്സസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഒക്കുപേഷൻ, ആ US-ൻ്റെ ലോങ് ടേം പ്ലാനാണ് അവരുടെ ഹെജിമണി നിലനിർത്താൻ മിഡിൽ ഈസ്റ്റിൽ ഇവിടെയുള്ള എന്താ പറയുക വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇവരൊന്നും അവർക്കെതിരെ US-ൻ്റെ ഹെജിമണിക്കെതിരെ ഒരു കൺസോളിഡേറ്റഡ് സാധനമായി വരാതിരിക്കാൻ അവർ ലോങ് ടേമിൽ കാണിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇത്. അവർക്കുള്ള പ്രോക്സിയാണ് ഇസ്രായേൽ. അപ്പോൾ ആ ഇസ്രായേലിനെ എല്ലാ ഘട്ടത്തിലും സംരക്ഷിക്കുക എന്നുള്ളത് US ഡീപ് സ്റ്റേറ്റിൻ്റെ എറ്റേണൽ ഇൻട്രസ്റ്റാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപോളാർ വേൾഡിൻ്റെ പ്രായോഗികതയുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ലോകത്തെല്ലാവർക്കും ചെറിയ അളവിൽ ഒരു ആശ്വാസം പ്രതീക്ഷിക്കാമെന്നല്ലാതെ നിലവിലുള്ള ലോകക്രമത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എടുക്കുന്ന പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കരയാനല്ലാതെ നിസ്സഹായപ്പെടാനല്ലാതെ ഒന്നും കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. ഇനി മറിച്ച് നിങ്ങൾക്ക് ഒരു തീസിസ് ഉണ്ടെങ്കിൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. പറഞ്ഞും ചർച്ച ചെയ്തും സംസാരിച്ചും ഇസ്രായേലിൻ്റെ പൈശാചികതയെ തുറന്നു കാട്ടുക എന്നുള്ള സാധ്യതയല്ലാതെ മറ്റൊന്നും നമ്മുടെ മുൻപിലില്ല. ആ സാധ്യതയാണ് ഇവിടെ CHR സെമിനാറിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ PG വിൽസൺ സാറും ആഷിഖ് വാഫിയും ചേർന്ന് നടത്തിയത്. ഇത്രയും സമയം ഇവരെ കേട്ട നിങ്ങളോട്, അതുപോലെ തന്നെ ഇതിന് അധ്യക്ഷത വഹിച്ചിട്ടുള്ള ഖാദർ പാലാഴി സാറിൻ്റെ അടുത്തും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു.